ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ്. അതിൽ ചേർന്നിട്ടൊരു മുളക് ചമ്മന്തി, അടിപൊളിയുള്ള മുളക് ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മുളക് ചമ്മന്തി ഗോതമ്പ് ദോശ പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതാണ്. മുളക് ചമ്മന്തി പറയുന്നത് ഞാൻ അതൊരു വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. ആ മുളക് ചമ്മന്തി പറഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയതാണ്. അതിൽ വെള്ളം ഒഴിക്കില്ല. അത് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെ കാണിച്ചു തരാം. ആ ചമ്മന്തി നമുക്ക് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തി തരാം. ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടത് ഫസ്റ്റ് ഗോതമ്പ് മാവ്, ഉപ്പ്, വെള്ളം, ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ മാവ് കലക്കുന്നത്. ഇനി നമുക്ക് ആ ചമ്മന്തി, മുളക് ചമ്മന്തി, അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് വറ്റൽ മുളക്, വലിയ ഉള്ളി, തക്കാളി, കറുവപ്പല, മല്ലിയില, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ആ ചമ്മന്തി ഉണ്ടാക്കാൻ പോണത്. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഗോതമ്പ് മാവ് ഒന്ന് കലക്കിയിട്ട് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് വെക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് ആ ഗോതമ്പ് മാവ് എങ്ങനെയാണ് കലക്കണമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഗോതമ്പ് മാവ് കൊട്ടിക്കൊടുക്കാം. അത് വീട്ടിലെ അളവ് എങ്ങനെയാണ് വെച്ചപ്പോൾ ഇതിൽ ഞാൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിലെ ആളനുസരിച്ചിട്ട് എടുത്തോളൂ. ഉപ്പ് ആവശ്യത്തിന് ഇട്ടോളൂ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ ദോശയ്ക്ക് എങ്ങനെ ഒഴിക്കണം അതേപോലെ ഒഴിച്ച് കലക്കണം. കൈ കൊണ്ട് കലക്കണതാണ് നല്ലത്, എന്നാലേ തട്ട് തരി വരാണ്ടിരിക്കുള്ളൂ. പിന്നെ നമുക്ക് മിക്സിയിലിട്ടിട്ടും കലക്കുകയൊക്കെ ചെയ്യാം, അതൊക്കെ അവരവരുടെ സൗകര്യം. പക്ഷെ കയ്യിലിട്ട് കലക്കുമ്പോൾ തട്ട് തരി ഇല്ലാതെ ആവും. ആവശ്യം അനുസരിച്ച് വെള്ളം ഒഴിച്ചോളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ മാവ് കലക്കി വെച്ച് കഴിഞ്ഞ് ഇതിൽ നമ്മൾ ഉപ്പ് ഉണ്ടാ നോക്കണം. ഉപ്പ് വേണ്ടവർ ഇട്ടാൽ മതി, ചിലവർക്ക് ഉപ്പ് പാടില്ല. ഉപ്പ് പാടാത്തവർക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇരിക്കണം, നമ്മൾ ദോശ ഒഴിക്കണ പോലെ നല്ല പോലെ കലക്കി വെക്കണം. അത് മണിക്കൂർ അവനവൻ്റെ ഇഷ്ടമാണ്. അപ്പം തന്നെ കലക്കി അപ്പം തന്നെ ഒഴിക്കുക, ഇല്ല 1 മണിക്കൂർ വയ്ക്കുക, 1/2 മണിക്കൂർ വയ്ക്കുക, അതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷെ ഇത്തിരി നമ്മൾ രാവിലെ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ മുമ്പ് ഒഴിക്കുക. അതായത് 1 മണിക്കൂറൊക്കെ കലക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും നമുക്ക് ഈ ഗോതമ്പ് ദോശ കഴിക്കാൻ. അധികം ആൾക്കാർക്ക് ഈ അസുഖമൊക്കെ ഉള്ളവരല്ലേ, ഉപ്പ് വേണ്ടവർ ഇട്ടാൽ മതി, ഇല്ലാത്തവർക്ക് വേണ്ട. ഇതിൽ ഞാൻ ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പം ഇനി ഞാൻ ഇതിന് ചേർന്നിട്ട് ഒരു ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. അപ്പം ആ ചമ്മന്തി അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഒരു പാന് വെക്കണം. ഒരു പാന് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഇത് നല്ല വാട്ടിയെടുക്കുന്നതാണ് നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. വേറെ എണ്ണയിൽ ടേസ്റ്റി ഇല്ല എന്ന് ഞാൻ പറയണില്ല, പക്ഷെ വെളിച്ചെണ്ണയാകുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചോളൂ. ഇത്ര ഒഴിച്ചോളൂ. നമുക്ക് ഫസ്റ്റ് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഫസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഉള്ളി ഇട്ട് അത് നല്ലോണം ചൂടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് വറ്റൽ മുളക് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് 2 സബോള അരിഞ്ഞു വെച്ചതാണ് ഇട്ട് കൊടുക്കാം. സബോളയൊന്ന് നന്നായി മൂക്കട്ടെ. നമ്മുടെ ഉള്ളി നല്ലോണം ഒന്ന് വതങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി പറയുമ്പോൾ പുളിയുള്ള തക്കാളിയാണ്. ഞാൻ 1 തക്കാളി ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പുളിപ്പ് അനുസരിച്ചിട്ട് പുളി വേണ്ടവർക്ക് 1/2 തക്കാളി ഇടാം. പുളി ഇത്തിരി കൂടുതൽ വേണ്ടവർക്ക് 1 തക്കാളി ഇട്ടോളൂ. നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ തക്കാളിൻ്റെ പച്ചമണമൊക്കെ പോയി നല്ലതായിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ 1 മല്ലിത്തണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിത്തണ്ട് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണമെന്ന് നിർബന്ധമില്ല. 2 തണ്ട് കറുവപ്പല അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ഉപ്പും കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇടാം. ഇത് നല്ലോണം ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് വേണം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് ചൂടാറട്ടെ, അത് വരയ്ക്കും വെക്കും. അപ്പം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഒരു ചെറിയ ജാർ എടുക്കുക, നമുക്കതിലേക്ക് അരയ്ക്കാം. അപ്പോൾ ഒന്ന് നമുക്ക് നന്നായി അരച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ
ചമ്മന്തി അരച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി അതിന് ചേർന്നൊരു ഗോതമ്പ് ദോശയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് അടുത്തതായി ഒരു ദോശക്കല്ല് വെച്ച് കൊടുക്കാം. നമുക്കപ്പം ദോശ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് തൂവി കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരിക്കണ ഇത്തിരി തൂവി കൊടുക്കണം, എന്നാലേ നമുക്ക് ചുടുമ്പോൾ ടേസ്റ്റ് ഉണ്ട്. ഇതിൽ എണ്ണ വേണ്ട എങ്കിലും നമുക്കൊന്ന് തൂവി കൊടുത്താൽ നല്ല ടേസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ആവട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ദോശ ആയിട്ടുണ്ട്, എടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിടാം, ദോശ മുറിക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഗോതമ്പ് ദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. ബാബു ടേസ്റ്റ് ചെയ്യാൻ പാടാ. അപ്പൊ പുഷ്പമ്മ കഴിച്ചു നോക്കൂ. അടിപൊളി ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തി ചട്നി എന്നൊക്കെ പറയില്ലേ? ചമ്മന്തി ചട്നി എന്നൊക്കെ പറയാ, മുളക് ചമ്മന്തിയും ഗംഭീരമായിട്ട് പുഷ്പം ഉണ്ടായി കഴിഞ്ഞു. വലിയ വിവരിക്കാനൊന്നും ഇല്ല, അതൊക്കെ നോർമലി എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പലഹാരമാണ്. സംഭവം അടിപൊളിയാണ്. എന്തായാലും കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. പുഷ്പമ്മന്റെ സ്പെഷ്യൽ ചമ്മന്തി ഇതിലുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ കഴിക്കാൻ നിൽക്കുന്നത്. എന്തായാലും ഒരു ദോശ എടുക്കട്ടെ. പുഷ്പമ്മന്റെ ആ ദോശ മാവ് മിക്സിങ്ങിന്റെ ഒരു പവറാണെന്നുണ്ട്, നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ കുറച്ച് അടിപൊളി ചട്നി ചമ്മന്തി മുളക് ചമ്മന്തിയും കൂടി അങ്ങോട്ട് ഇടുക. എന്നിട്ട് ദോശനെ ഇങ്ങനെ ചീന്തി കീറി ഇങ്ങനെ എടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്തിട്ട് രാവിലെ കഴിക്കാൻ അടിപൊളിയായിട്ട് വിശന്നിട്ടേ നല്ല വിശപ്പ്. എന്നിട്ട് ഈ ചമ്മന്തിയിൽ ഇങ്ങോട്ട് മുക്കിയും കൊണ്ട് ഇടുക. കിടുകി തന്നെ കിടുകി, ഒന്നും പറയാനില്ല. അടിപൊളി അടിപൊളി ചമ്മന്തി പറയുമ്പോ ആ പുതിയന്റെ മണവും എല്ലാം കൂടിയിട്ട് വറുത്തതിൻ്റെ ഒരു പ്രത്യേകതരം ടേസ്റ്റ് വേണം. പ്രത്യേകതരം ടേസ്റ്റ് കഴിച്ചുകൊണ്ടേയിരിക്കുന്ന അടിപൊളി കിടക്കാച്ച ചമ്മന്തി. ഈ ചമ്മന്തിയില്ലേ നമ്മൾക്ക് ടൂർ പോകുമ്പോഴൊക്കെ 2 ദിവസം ഇരിക്കും. ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകാം. ടിഫിൻ ബോക്സ് ചൂടാറണം, നല്ല ചൂടാറിട്ട് കൊണ്ടുപോകാം. പക്ഷെ ഈ ദോശയും അതുപോലെ ഇരിക്കും. സാധാ ദോശന്റെ കൂടെ ഇഡ്ഡലിന്റെ കൂടെ എല്ലാത്തിനും കൂടി കഴിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഈ ദോശനെ കുറച്ച് ചൂടാറിയിട്ട് വാഴണ്ടാലി പൊതിയ, ഈ ചട്നിയും പൊതിയ. എന്നിട്ട് അങ്ങനെ നമ്മള് എവിടെയെങ്കിലൊക്കെ പോകുമ്പോ കാട്ടിനകത്തൊക്കെ പോയിരുന്നു ഇങ്ങനെ കഴിക്കാൻ നല്ല രസമായിരിക്കും. അടിപൊളി. കപ്പയ്ക്ക് നന്നായിരിക്കും കേട്ടാ. കപ്പ നമ്മ വേവിച്ചിട്ട് ഇതിന് മുക്കി കഴിക്കാൻ അടിപൊളിയായിരിക്കും. സ്പെഷ്യൽ ടേസ്റ്റ് ആണ്, നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇഷ്ടത്തോടെ കഴിച്ച് നല്ല ടേസ്റ്റ് അഭിപ്രായം കൊണ്ട് പുഷ്പമ്മനെ അറിയിക്കുക. എല്ലാവർക്കും സന്തോഷവും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എല്ലാവരും കൊടുക്കുക. അടുത്ത കിടക്കാച്ച വീഡിയോ ആണ്. അപ്പൊ അടുത്ത കിടക്കാച്ച വീഡിയോ ആണെന്നവരെ ബൈ.